എന്ത് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ പൊതുവിൽ കേരളം വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു വിജയമായിട്ടാണല്ലോ ഇതിനെ കാണുന്നത്. അങ്ങനെയാണ് നേരത്തെ സുനിൽ തന്നെ പറഞ്ഞ പോലെ ഇത്ര വലിയ ഒരു വിജയം, 100 കടക്കുന്ന വിജയം ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നേതൃഗുണം കാണിച്ച, കോൺഫിഡൻസ് കാണിച്ച, സ്വന്തം മുന്നണിയിലും സ്വന്തം പടയിലും വിശ്വാസമുണ്ടായിരുന്ന ഒരേ ഒരാൾ ആ നിലയ്ക്ക് ഇദ്ദേഹമായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹമല്ല മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്ന നില ഉണ്ടായാൽ കാര്യങ്ങളെല്ലാം വളരെ കൂളായി അവസാനിക്കുമോ? ഒരു വിയോജിപ്പുമില്ലാതെ, ഒരു ശബ്ദവുമില്ലാതെ ആ തീരുമാനം അംഗീകരിച്ചു പോകുന്ന ഒരു നില കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കണോ? അതോ അത് ശബ്ദങ്ങൾ ഉണ്ടാക്കുമോ? സുനിലെ, നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ആണ് പാർട്ടി എന്ന് മറക്കണ്ട നിഷാദ്. കാരണം കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ ഇവിടുത്തെ മുഴുവൻ MLA-മാരും സപ്പോർട്ട് ചെയ്യുകയും ആ തീരുമാനവുമായി ഡൽഹിക്ക് വണ്ടി കയറുകയും ചെയ്തതാണ് രമേശ് ചെന്നിത്തല. പക്ഷേ ഡൽഹിയിലെത്തിയപ്പോൾ സോണിയാഗാന്ധിയുടെ നിർദ്ദേശം മറ്റൊന്നായിരുന്നു. രമേശ് ചെന്നിത്തല തൽക്കാലം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കേണ്ട, അവിടേക്ക് വി.ഡി. സതീശൻ വരട്ടെ എന്നൊരു തീരുമാനം എടുക്കുകയാണ്. അത്തരത്തിൽ തീരുമാനം, ഒരു അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ഹൈക്കമാൻഡിന്റെ തന്നെയായിരിക്കും. നാളെ MLA-മാരുടെ അഭിപ്രായം എങ്കിൽ കൂടിയും ഹൈക്കമാൻഡ് എന്ത് പറയുന്നു എന്നൊരു ചോദ്യം, അതാണ് ഏറ്റവും നിർണായകമായൊരു ചോദ്യം. നേരത്തെ നിഷാദ് ചോദിച്ചതുപോലെ ആ തീരുമാനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു പൊതുവികാരം, പ്രവർത്തകരുടെ പൊതുവികാരത്തെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട്, വി.ഡി. സതീശനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് കടന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ വലുതായിരിക്കും. കാരണം വലിയ നേതാക്കൾ എത്രത്തോളമൊക്കെ വി.ഡി. സതീശന് വേണ്ടി സജീവമായി അല്ലെങ്കിൽ പരസ്യമായൊക്കെ കലാപവുമായി രംഗത്തിറങ്ങുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ ജനം, കോൺഗ്രസ് അണികൾ, അവർക്ക് വലിയ വിശ്വാസമുണ്ട് വി.ഡി. സതീശൻ എന്ന നേതാവിൽ. വലിയ തോതിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തണമെന്ന്. അതുകൊണ്ട് അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക്, ഒരുപക്ഷെ ഒരു ജനം തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള സാധ്യതയും നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതില്ല. നേരത്തെ സമാനമായ ഒരു സാഹചര്യം CPM രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടായത് നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലൊരു സാഹചര്യം ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു സാധ്യതയും സാഹചര്യവും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒഴിവാക്കും എന്ന വിശ്വാസമാണ് ഇന്നലെ അടക്കം പ്രധാനപ്പെട്ട ചില നേതാക്കളോടും മറ്റു പലരോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ ഹൈക്കമാൻഡ് ഫോഴ്സ് ചെയ്യുന്നത് എന്ന് കരുതുക. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ കെ.സിയും കൂടി ചേർന്നിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. ഒന്ന്, MLA പദവിയിൽ നിന്ന് ഒരാൾ രാജിവെക്കുകയും കെ.സിക്ക് മത്സരിക്കാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യണം. മറ്റൊന്ന്, കെ.സി ആലപ്പുഴയിലെ MP ആണ്. ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരികയും ചെയ്യും. ആ സിറ്റുവേഷനെ കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ടോ? അത് വളരെ കൂളായി മറികടക്കാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് കോൺഗ്രസിനകത്തുണ്ടോ? സത്യത്തിൽ നിഷാദ്, മത്സരിക്കാനുള്ളൊരു കളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം 40 വർഷക്കാലം കോൺഗ്രസിന്റെ എ ഗ്രൂപ്പിന്റെ കയ്യിലുണ്ടായിരുന്ന ഇരിക്കൂർ നിയമസഭാ മണ്ഡലം, ഒരുപക്ഷെ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും വളരെ കൂളായി ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ഇരിക്കൂർ. ആ ഇരിക്കൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ തവണ കെ.സി. വേണുഗോപാൽ തന്റെ വിശ്വസ്തനായ സജീവ് ജോസഫിന് വേണ്ടി ഏതാണ്ട് ബലമായി തന്നെ എന്ന് പറയാം, അത്തരത്തിൽ പിടിച്ചെടുത്ത് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയണ്ട, മറക്കണ്ട. അവിടെ സജീവ് ജോസഫിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ വലിയ കലാപസമാനമായ സാഹചര്യം കോൺഗ്രസ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് ഓഫീസ് പൂട്ടിയിടുകയും അവിടെ നേതാക്കൾക്കെതിരെ ജനം തെരുവിലിറങ്ങുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ആ സീറ്റ് കെ.സി. വേണുഗോപാൽ തന്റെ വിശ്വസ്തനായ സജീവ് ജോസഫിന് വേണ്ടി വാങ്ങിയിടുന്നു. അവിടെ ജയിക്കുന്നു. ഇത്തവണയും സജീവ് ജോസഫ് തന്നെ അവിടെ മത്സരിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇരിക്കൂറിൽ സജീവ് ജോസഫ് മാറിക്കൊടുക്കുകയും അവിടെ കെ.സി. വേണുഗോപാൽ മത്സരിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ആലപ്പുഴയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ പക്ഷേ എത്രത്തോളം ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ പരാജയം ഉണ്ടായാൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം കെ.സി. വേണുഗോപാലിനും ഹൈക്കമാൻഡിനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. എന്തായാലും കേരളത്തിലെ വലിയ വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള പ്രോസസ്സിലേക്ക് കോൺഗ്രസ് പ്രവേശിക്കുകയാണ്. സുനിൽ പറയുന്ന പ്രകാരം ഒരുപക്ഷെ ഒരാഴ്ച വരെ അതിൻ്റെ അനിശ്ചിതത്വം മാറാൻ സമയമെടുത്തേക്കും. കാരണം ഈ വിജയത്തിൻ്റെ അവകാശം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ പല ആളുകളുള്ള ഒരു സന്ദർഭമുണ്ട്. ഒരാൾ മാത്രമുള്ള ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷം ഈ വിജയം സമാഹരിച്ചതെങ്കിലും വിജയിച്ചു വന്നു കഴിയുമ്പോൾ അതിൽ പല ആളുകൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ അർഹരായവർ തന്നെയുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ സീനിയോറിറ്റി കൊണ്ടും പാർട്ടിക്കകത്തെ പ്രവർത്തനം കൊണ്ടും അവരുടെ ക്ലെയിം മുന്നോട്ട് വയ്ക്കുന്നു. ആഗ്രഹമുള്ള ആളുകൾ, അർഹരെന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനകത്ത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അല്ല, ഞാനാകണമെന്ന ആഗ്രഹമുള്ള ആളുകൾ വേറെയുമുണ്ട്.
അപ്പോൾ ആഗ്രഹമുള്ള ആളുകൾ സാധാരണ ആളുകളല്ല, അവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാവുക, ഒരാൾ പെട്ടെന്നാവുക എന്നത് കോൺഗ്രസിൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കില്ല. അത് കുറച്ച് ടഫായിരിക്കും എന്ന് വേണമെങ്കിൽ വിചാരിക്കാം.